ഹലോ, ഞാനിങ്ങനെ ഇട്ടടിക്കുന്നത് എന്താണെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതല്ലേ? കല്ലുകളും സീക്വൻസും പതിപ്പിച്ച തുണികൾ തയ്ക്കുമ്പോൾ തയ്യൽക്കാർ നേരിടുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഈ കഥയിലുള്ളതേ. എല്ലാവരും വിചാരിക്കുന്നത് തയ്യൽ ജോലി ഭയങ്കര സിമ്പിളാണെന്നാണ്. അളവെടുക്കുന്നു, മുറിക്കുന്നു, തയ്ക്കുന്നു. എന്നാൽ ഇതുപോലെ മുത്തും കല്ലും പതിപ്പിച്ച ഡിസൈൻ വസ്ത്രങ്ങൾ തയ്ക്കാനിരിക്കുമ്പോഴാണ് ജീവിതത്തിലെ യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത്. ഇത് മെഷീനിൽ വെച്ച് തയ്ക്കാൻ നോക്കിയാൽ തയ്യൽ സൂചി ഒറ്റയടിക്ക് ഒടിഞ്ഞ് കഷ്ണം കഷ്ണമാകും. അതുകൊണ്ട് സൂചി ഒടിയാതിരിക്കാൻ ഞാൻ എന്താ ചെയ്തതെന്നറിയുമോ? കത്രിക വെച്ച് തുണിയെ കല്ലിന്മേൽ ഇതുപോലെ നല്ല അടി വെച്ചു. ഈ ഡ്രസ്സിലെയൊക്കെ കല്ലും മുത്തും ഒക്കെ വെച്ച് തിളങ്ങി നിൽക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് തയ്ക്കുന്ന ആളുടെ അവസ്ഥ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദൈവമേ, ഈ തുണി കാണുമ്പോൾ തന്നെ പണിപാളിയ ലക്ഷണം വരും. മെഷീൻ ചവിട്ടുമ്പോൾ സൂചി ഇടുന്നത് പോട്ടെ, വശങ്ങളിലെ കല്ല് മാറ്റാൻ ഒടുവിൽ കത്രികയും ചുറ്റികയും ഒക്കെ എടുത്ത് അടിക്കേണ്ട അവസ്ഥയാണ്. കല്ല് മാറ്റാൻ വസ്ത്രത്തിലിരുന്ന് അടിയോടടി. തയ്ക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ ഇരട്ടിയാണ് ഈ കല്ല് മാറ്റാൻ എടുക്കുന്നത്. വസ്ത്രത്തിൻ്റെ ഭംഗി മാത്രം കാണുന്നവർക്ക് വേണ്ടി ഇതിന് പിന്നിലെ യഥാർത്ഥ കഥ തയ്യൽക്കാർക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. കല്ല് വെച്ച് തുണി തയ്ക്കുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പണി കിട്ടാറുണ്ടോ? അതുപോലെ തന്നെ തുണിയിലെ കല്ലുകൾ തട്ടി സൂചി ഒടിയുമ്പോൾ ഇനി മേലിൽ തയ്ക്കില്ല എന്ന് 100 വട്ടം വിചാരിക്കും. പക്ഷേ തയ്ച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ വന്ന് എനിക്കെല്ലാം സൂപ്പറായിരുന്നു, ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് മനസ്സ് നിറയ്ക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടി അടുത്ത കല്ല് വെച്ച തുണിയും വാങ്ങി നമ്മൾ മെഷീൻ മുന്നിലേക്ക് വീണ്ടും ഇരിക്കാറുണ്ടല്ലേ. ഓരോ തൈ ശബ്ദത്തിന് പിന്നിലും തയ്യൽക്കാരുടെ വിരൽ മുറിഞ്ഞ കഥകളുണ്ടാവും. എങ്കിലും നമ്മൾ തുന്നിയ വസ്ത്രം കസ്റ്റമർ ഇട്ട് നോക്കി മനസ്സ് നിറഞ്ഞു കൊള്ളാമെന്ന് പറയുമ്പോഴുണ്ടല്ലോ, ആ വേദനയൊക്കെ അങ്ങ് പമ്പ അടക്കും. കസ്റ്റമറുടെ സന്തോഷമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലാഭം. സൂചി ഒടിഞ്ഞാലും കസ്റ്റമറുടെ മനസ്സ് ഒടിയരുത്. ഒരു തയ്യൽക്കാർ വസ്ത്രം തയ്ക്കാനിരിക്കുമ്പോൾ കത്രികയും കട്ടറും ഒക്കെ എടുത്ത് യുദ്ധത്തിന് പോകുന്ന സൈനികനെ പോലെ മടങ്ങി വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപഭോക്താക്കളെ, കല്ല് വെച്ച് തുണി തയ്ക്കാൻ തരുമ്പോൾ കൂലി കുറയ്ക്കാൻ പറയരുത് കേട്ടോ. കാരണം നിങ്ങൾ തരുന്നത് വെറും തയ്യൽ കൂലിയല്ല, ഞങ്ങളുടെ ക്ഷമയും ഒടിഞ്ഞുപോയ സൂചികൾക്കും ഈ കത്രികയും കട്ടറും വെച്ച് നടത്തിയ കഠിനമായ പണിക്കുള്ള പ്രതിഫലമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കസ്റ്റമർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞാൻ ചോദിക്കുന്ന പൈസ തരാമെന്ന് പറഞ്ഞ് ആദ്യമേ എന്നെ കൊണ്ട് തയ്പ്പിച്ചു. അവരുടെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് എന്നെ കൊണ്ട് തയ്പ്പിച്ചതാണ്. ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.